അങ്ങനെ റിയൽമി 8 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു 20,000 ബഡ്ജറ്റുള്ള ആൾക്ക് വലിയ കൺഫ്യൂഷൻ തന്നെയാണ്. നോട്ട് പ്രോ മാക്സ് ഉണ്ട്, പ്രോ ഉണ്ട്, അതേപോലെ ഇപ്പോൾ റിയൽമി 8 പ്രോവും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഈ 3 ഫോൺസ് ആയിട്ടൊരു കമ്പാരിസൺ ചെയ്യുക, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും വിച്ച് സൂട്ട്സ് യു ദ ബെസ്റ്റ് എന്ന്. ആൻഡ് ഇവിടെ നമ്മൾ നോട്ട് 10 പ്രോ മാക്സും നോട്ട് 10 പ്രോനെ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ബിക്കോസ് ക്യാമറയുടെ കാര്യത്തിൽ മാത്രമേ ഒരു മാറ്റമുള്ളൂ. പ്രോ മാക്സിൽ നമുക്ക് 108 മെഗാ പിക്സലാണ് പ്രൈമറി സെൻസർ, പ്രോയിൽ 64 മെഗാ പിക്സലും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും മലയാളം ടെക്സിലോട്ട് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്പ്ലേ തന്നെ നോക്കാം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് നമുക്ക് 2 ഫോൺസിലും സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ലഭിക്കുന്നത്. ആൻഡ് ഈ ട്രെൻഡ് ഭാവിയിൽ നിലനിൽക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നോട്ട് 10 പ്രോയിലോട്ട് വരികയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ സെൻറ്റർ പഞ്ച് ഹോൾ ഡിസൈനിലൊരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത് വിത്ത് എ റിഫ്രഷ് റേറ്റ് ഓഫ് 120 Hz. അതേപോലെ നമുക്ക് ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ആൻഡ് പീക്ക് ബ്രൈറ്റ്നസ് ക്യാൻ ഗോ അപ് ടു 1200 nits. നേരത്തെ റിയൽമി 8 പ്രോയിൽ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആ ഒരു ഡിസ്പ്ലേ ആണ്. 6.4 ഇഞ്ചിൻ്റെ ലെഫ്റ്റ് പഞ്ച് ഹോൾ ഡിസൈനിൽ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ ലഭിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് നോർമൽ 60 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ് ലഭിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചത് പ്രോബബ്ലി ഗോറില്ല ഗ്ലാസ് 3 ആണ്. അതേപോലെ പീക്ക് ബ്രൈറ്റ്നസ് ക്യാൻ ഗോ അപ് ടു 1000 nits. സോ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ 2 ഫോൺസിലും വളരെ മികച്ചൊരു വ്യൂ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലഭിക്കും. കളേഴ്സ് ആയാലും എസ്പെഷ്യലി ഇങ്കി ബ്ലാക്സ്, അതേപോലെ വ്യൂയിങ് ആംഗിൾസ് എല്ലാം ബെസ്റ്റ് തന്നെയാണ്. ബട്ട് എവിടെയാണ് റെഡ്മി നോട്ട് 10 പ്രോന്റെ അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 120 Hzന്റെ റിഫ്രഷ് റേറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറോൾ ഫോണായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ്, അതായത് സ്ക്രോളിംഗ്, ആപ്പ് ഓപ്പണിംഗ്, ഗെയിമിംഗ് എല്ലാത്തിലും നമുക്ക് എവിടെയായിട്ടൊരു മാറ്റം കാണാൻ സാധിക്കും. വളരെ സ്മൂത്ത് ആൻഡ് ഫ്ലൂയിഡ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ലഭിക്കും. അതേപോലെ ബ്രൈറ്റ്നസിന്റെ കാര്യം നോക്കിയാലും രണ്ടിലും സൂപ്പർ ബ്രൈറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. ബട്ട് നമ്മൾ HDR കണ്ടന്റ് ഒക്കെ കാണുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് നോട്ട് 10 ലഭിക്കുക. കാരണം HDR യൂസസ് പീക്ക് ബ്രൈറ്റ്നസ് ആൻഡ് നോട്ട് 10 1200 nits ആണ് കമ്പയറിംഗ് ടു 1000 nits ഇൻ റിയൽമി 8 പ്രോ. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ കണ്ടീഷനിലും വിസിബിളിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി മികച്ച് നിൽക്കുന്ന നോട്ട് 10 ആയിരിക്കും. പക്ഷേ റിയൽമി 8ന് എവിടെ അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ലഭിക്കുന്നുണ്ട്. ആൻഡ് അത് കൺവീനിയന്റും ആണ്, ഫാസ്റ്റും ആണ്. സോ ഇറ്റ്സ് അപ് ടു യു ഗൈസ്. 120 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണോ അതോ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണോ താല്പര്യം എന്ന്. ആൻഡ് പേഴ്സണലി എനിക്ക് നോട്ട് 10 പ്രോന്റെ ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയി തോന്നിയത്. അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയ പെർഫോമൻസിലോട്ട് വരികയാണെങ്കിൽ 2 ഫോൺസിൽ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ പ്രൊസസ്സേഴ്സ് ആണ് ലഭിക്കുന്നത്. നോട്ട് 10 പവർ ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ 732G ആണ്. നേരെ തിരിച്ച് 8 പ്രോയിൽ നമുക്ക് സ്നാപ്ഡ്രാഗന്റെ 720G ആണ് ലഭിക്കുന്നത്. സോ ഇത് കമ്പയർ ചെയ്യുന്ന മുന്നേ ഒരു ഫാക്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ 8 പ്രോയിൽ നമുക്ക് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു അപ്ഗ്രേഡും കാണാൻ സാധിച്ചില്ല. 2 ജനറേഷൻ മുന്നേ ഇറങ്ങിയ 6 പ്രോയിലും അത് കഴിഞ്ഞ് ഇറങ്ങിയ 7 പ്രോയിലൊക്കെ ഒരേ പ്രൊസസ്സറാണ് 720G. ബട്ട് ഗൈസ് 720G ഒരു മോശം പ്രൊസസ്സർ ഒന്നല്ല, ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് പ്രൊസസ്സറാണ്. അതേപോലെ 7 സീരീസിലെ ഏറ്റവും കൺസിസ്റ്റന്റ് പ്രൊസസ്സറാണ്, ഈവൻ മോർ ദാൻ 732G എന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ നമുക്ക് റിയൽ ലൈഫിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഓരോ ഒരു സിമിലർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. ആൻഡ് ഇനി ഗെയിമിംഗ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും വരുന്ന GPU സെയിം ആണ്, Adreno 618. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഫോൺസിലും ഹൈ FPS ഗെയിംസ് ഒക്കെ ഒരു മീഡിയം സെറ്റിംഗ്സിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ PUBG ഒരു മീഡിയം സെറ്റിംഗ്സിൽ 40 FPS ഗെയിം പ്ലേ ഒക്കെ നമുക്ക് ലഭിക്കും. ബട്ട് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് നോട്ട് 10 തന്നെയാണ്. കാരണം 120 Hz റിഫ്രഷ് റേറ്റ് ആയ കാരണം തന്നെ ബാറ്ററി റോൾ ഗെയിംസ് ലൈക്ക് PUBGയിലൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു എഡ്ജ് ലഭിക്കും. So both are good in terms of performance and gaming. ബട്ട് ഞാൻ ഒരു എഡ്ജ് കൊടുക്കുന്നത് നോട്ട് 10 പ്രോ തന്നെയാണ്. അപ്പോൾ ഇനി റാം ആൻഡ് റോം നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും നമുക്ക് 6GB 8GB റാം ഓപ്ഷൻ ലഭിക്കുന്നത് LPDDR4X റാം ടൈപ്പ് ആണ്. ആൻഡ് ഈ സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 8 പ്രോയിൽ നമുക്ക് 128GB വേരിയന്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ, UFS 2.1 ആണ്. ആൻഡ് ഈ നോട്ട് 10ലോട്ട് വരികയാണെങ്കിൽ നമുക്ക് 64GB 128GB ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ആൻഡ് 128GB വേരിയന്റിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീഡ് ആൻഡ് റേറ്റിൽ വലിയൊരു മാറ്റമൊന്നും കാണാൻ സാധിക്കില്ല. എന്നാലൊരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് നോട്ട് 10 പ്രോയിൽ തന്നെ ആവും. സോ ഇനി പെർഫോമൻസ് പോലെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ബാറ്ററി ഡിപ്പാർട്ട്മെന്റോട്ട് കിടക്കുകയാണെങ്കിൽ നോട്ട് 10 പ്രോയിൽ നമുക്ക് 5020 mAh ഒരു ബാറ്ററി ലഭിക്കുന്നത്, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും. നേരെ തിരിച്ച് 8 പ്രോ 4500 mAh ബാറ്ററി ആയിട്ടാണ് വരുന്നത്. 65 വാട്ടിന്റെ ചാർജർ ബോക്സിൽ ലഭിക്കുന്നുണ്ട്, പക്ഷേ 50 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് അഗൈൻ ഇതൊരു ഡീഗ്രേഡ് ആണ് കമ്പയറിംഗ് ടു 7 പ്രോ. ബട്ട് എനിവേ നമുക്ക് 2 ഫോൺസിൽ നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെ ലഭിക്കും. ബിക്കോസ് AMOLED ഡിസ്പ്ലേ ആണ്, ഇറ്റ് കൺസ്യൂംസ് ലെസ് പവർ. ആൻഡ് നോട്ട് 10 പ്രോയിൽ കുറച്ചുകൂടി വലിയ ബാറ്ററി, അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ 8 പ്രോയിൽ 50 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. സോ ടോട്ടലി ഇറ്റ്സ് അപ് ടു യു ഗൈസ്, വലിയ ബാറ്ററി ആണോ ഫാസ്റ്റ് ചാർജിങ് ആണോ എന്ന്. അപ്പോൾ നമുക്ക് ഇനി ക്യാമറ കാര്യങ്ങളോട്ട് കിടക്കാം. 3 ഫോൺസ് നമുക്ക് കോഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. ആൻഡ് നോട്ട് 10 പ്രോ മാക്സ് ആൻഡ് 8 പ്രോയിൽ നമുക്ക് 108 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറാണ് ലഭിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സാംസങ്ങിന്റെ HM2 സെൻസറാണ്. ആൻഡ് ഈ 108 മെഗാ പിക്സലിനാണ് ഈ 2 ബ്രാൻഡ്സും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഫീച്ചർ. അപ്പോൾ ബാക്കിയുള്ള സെൻസേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ രണ്ടിലും നമുക്ക് 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലഭിക്കുന്നുണ്ട്. പിന്നെ നോട്ട് 10 നമുക്ക് 5 മെഗാ പിക്സലാണ് മാക്രോ ലെൻസ്, നേരെ 8 പ്രോയിൽ 2 മെഗാ പിക്സലാണ്. ആൻഡ് ഡെപ്ത് സെൻസർ രണ്ടിലും സെയിം ആണ്, 2 മെഗാ പിക്സൽ. സോ ഇത് രണ്ടിലും 108 മെഗാ പിക്സലിന്റെ ഒരു സെൻസറാണ്, വലിയൊരു സെൻസറാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽസ് ലഭിക്കും. അതേപോലെ തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ബട്ട് നമുക്ക് S21 അല്ലെങ്കിൽ MI 10 പ്രോയിലൊക്കെ ലഭിക്കുന്ന പോലെ ഷോർട്സ് ലഭിക്കില്ല. കാരണം അവിടെ 108 മെഗാ പിക്സൽ ആണെങ്കിലും പ്രൊസസ്സർ കുറച്ചുകൂടി ക്യാപ്പബിൾ ആണ്, ISPയിൽ വ്യത്യാസമുണ്ട്. എനിവേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
ബോത്ത് ഫോൺ പെർഫോംസ് വെൽ ഇൻ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ കണ്ടീഷൻ. അതേപോലെ നൈറ്റ് ഷോട്ട്സിലും ബെസ്റ്റ് തന്നെയാണ്. പക്ഷേ നോട്ട് 10 പ്രോന് ഒരു എഡ്ജ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ മാക്രോ ഷോട്ട്സിലാണ്. ബിക്കോസ് ആ 5 മെഗാ പിക്സൽ ആൾസോ ആക്ട് ആസ് 2x ടെലിഫോട്ടോ. കാരണം നല്ല മികച്ച മാക്രോ ഷോട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സിമിലർ ആണ്. അതേപോലെ കുറേ ക്യാമറ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് എനിവേ സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലിയർ പിക്ചർ ലഭിക്കുള്ളൂ. ആൻഡ് ഈ നോട്ട് 10 പ്രോയിലോട്ട് വരുമ്പോൾ 64 മെഗാ പിക്സലിലാണ് പ്രൈമറി സെൻസർ. ബാക്കിയുള്ള എല്ലാ സെൻസറും സെയിം ആണ് കമ്പയറിംഗ് ടു പ്രോ മാക്സ്. ആൻഡ് ഈ മെഗാ പിക്സൽ ഗെയിം മാറ്റി നിർത്തി കഴിഞ്ഞാൽ 64 മെഗാ പിക്സൽ ഈസ് വെൽ ആൻഡ് ഗുഡ് ഫോർ മോസ്റ്റ് ഓഫ് അസ്. അപ്പോൾ ഇനി ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോൾ 3 ഫോൺസിലും നമുക്ക് 16 മെഗാ പിക്സൽ സെൽഫി ഷൂട്ടറാണ് ലഭിക്കുന്നത്. സോ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ മാക്രോ ഷോട്ട്സും കൂടി കണക്കിലെടുക്കുമ്പോൾ നോട്ട് 10 പ്രോ മാക്സ് ആണ് കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്നത്. തൊട്ടടുത്ത് തന്നെ റിയൽമി 8 പ്രോ ഉണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 10 പ്രോ ആണ്. അപ്പോൾ ഇനി നമുക്ക് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം പഴയ പോലെയല്ല, ഇപ്പോൾ പല ആൾക്കാരുടെ പ്രൈമറി സ്ക്രീൻ മൊബൈലാണ്. ആൻഡ് ഇവിടെ 2 ഫോൺസിലും നമുക്ക് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു വ്യൂ എക്സ്പീരിയൻസ് ലഭിക്കും. ബട്ട് ആ എക്സ്പീരിയൻസ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടർ നോട്ട് 10 പ്രോയിൽ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ആൻഡ് സാഡ്ലി നമുക്ക് 8 പ്രോയിൽ മോണോ സ്പീക്കറാണ് ലഭിക്കുന്നത്. വീണ്ടും ഒരു ഡീഗ്രേഡ് കമ്പാരിംഗ് ടു 7 പ്രോ. ബട്ട് എനിവേ ഇറ്റ്സ് അഡിക്കേറ്റ്ലി ലൗഡ്. അതേപോലെ തന്നെ 2 ഫോൺസിൽ നമുക്ക് വൈഡ് 1L1 സപ്പോർട്ട് ഉണ്ട്. അത് കാരണം തന്നെ നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ ആയാലും നമുക്ക് കണ്ടന്റ്സ് ഒക്കെ HD തന്നെ സ്ട്രീം ചെയ്യാം. എനിവേ ഇവിടെ ഞാനൊരു മാർക്ക് കൊടുക്കുന്നത് ഫോർ ഷുവർ നോട്ട് 10 പ്രോ മാക്സ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായ കണക്ടിവിറ്റി സെൻസേഴ്സ് നോക്കി കഴിഞ്ഞാൽ 2 ഫോൺസിലും ഒരു എല്ലാ സെൻസേഴ്സും ലഭിക്കുന്നുണ്ട്. 8 പ്രോയിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റാണ് ലഭിക്കുന്നത്. നേരത്തെ നോട്ട് 10 സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റും. പിന്നെ 2 നമുക്ക് USB-C പോർട്ട് ഉണ്ട്. 3.5 ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതേപോലെ ട്രിപ്പിൾ സിം സ്ലോട്ടും കാണാൻ സാധിക്കും. പിന്നെ നോട്ട് 10 ഷോമിയുടെ സ്വന്തം IR ബ്ലാസ്റ്ററും ലഭിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് എടുത്തു പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ അഗ്രിഗേഷൻ ആണ്. ആൻഡ് കരിയർ അഗ്രിഗേഷനെ കുറിച്ച് ഞാൻ പഴയ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് കരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യാത്ത ഫോൺസ് ഒരു ഫ്രീക്വൻസി ബാൻഡ് യൂസ് ചെയ്യുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസ് മൾട്ടിപ്പിൾ ഫ്രീക്വൻസി ബാൻഡ് യൂസ് ചെയ്യും. അത് കാരണം തന്നെ നമുക്ക് ഡൗൺലോഡ് സ്പീഡിലൊക്കെ നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഹിയർ ഈസ് ദാറ്റ് 2 ഫോൺസും കരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി സോഫ്റ്റ്വെയർ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ബോത്ത് ഫോൺ റൺസ് ഓൺ ആൻഡ്രോയിഡ് 11. നോട്ട് 10 നമുക്ക് MIUI 12.5 ലഭിക്കുന്നത്. 8 പ്രോയിൽ റിയൽമി UI 2.0. ആൻഡ് UI ഒക്കെ ഓർത്തർ പേഴ്സണൽ ചോയ്സ് ആണ്. ബട്ട് ഇനി ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആസ് ഓഫ് നൗ നോട്ട് 10 നമുക്ക് ആഡ്സ് ഒന്നും ലഭിക്കുന്നില്ല. ബട്ട് ബഗ്സ് കുറേ ഉണ്ട്. ആൻഡ് അതാണ് MIUIന്റെ മെയിൻ പ്രോബ്ലം. അത് പല സമയത്തും അനോയിങ് ആയി ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് റിയൽമി UI 2.0 കുറച്ചുകൂടി പോളിഷ്ഡ് ആണ്. ബട്ട് എനിവേ നിങ്ങൾക്ക് ഇതിൽ ഏത് UI ആണ് ഏറ്റവും ഇഷ്ടം താഴെ ഒന്ന് കമന്റ്സ് രേഖപ്പെടുത്തു. അപ്പോൾ നമുക്ക് ഈ 2 ഫോൺസ് കാണാൻ എങ്ങനെ ലുക്ക് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ രണ്ടും അട്രാക്റ്റീവ് ഫോണാണ്. പക്ഷേ റിയൽമി 8 പ്രോയിലെ ഡെയർ ടു ലീവ് ഡിസൈൻ പേഴ്സണലി എനിക്ക് അത്രത്തോളം താല്പര്യപ്പെട്ടില്ല. നേരത്തെ റെഡ്മി നോട്ട് 10 പ്രോയിലെ ഡിസൈൻ എനിക്ക് പേഴ്സണലി വളരെ അട്രാക്റ്റീവായി തോന്നി. വളരെ പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ 20K ബഡ്ജറ്റ് അല്ലെങ്കിൽ ബിലോ 20K ബഡ്ജറ്റിൽ വൺ ഓഫ് ദ ഗോർജിയസ് ലുക്കിംഗ് ഫോൺ തന്നെയാണ്. ആൻഡ് ബിൽഡ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നോട്ട് 10 പ്രോയിൽ നമുക്ക് ഗ്ലാസ് ബാക്കാണ് ലഭിക്കുന്നത്. അതേപോലെ IP52 റേറ്റിംഗ് ഉണ്ട്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട് ഫ്രണ്ടിൽ. നേരത്തെ റിയൽമി 8 പ്രോ വരുന്നത് പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ബാക്ക് ആയിട്ടാണ്. ഫ്രണ്ട് സൈഡ് ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചത്. ബട്ട് കമ്പയറിംഗ് ബോത്ത് കുറച്ചുകൂടി വെൽ ബിൽഡ് ഫോൺ നോട്ട് 10 പ്രോ മാക്സ് തന്നെയാണ്. സോ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി താല്പര്യപ്പെട്ട് റെഡ്മി നോട്ട് 10 പ്രോന്റെ ഡിസൈൻ തന്നെയാണ്. സോ നമുക്കിനി ഈ 3 ഫോൺസിന്റെ പ്രൈസിങ് നോക്കാം. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. സോ ടു ബി ഫെയർ നമുക്ക് 3 ഫോൺസിന്റെ 6GB 128GB പ്രൈസ് നോക്കാം. നോട്ട് 10 പ്രോന്റെ പ്രൈസ് വരുന്നത് 16,999 ആണ്. പ്രോ മാക്സ് ആകുമ്പോഴേക്കും 19,999. ആൻഡ് റിയൽമി 8 പ്രോയിലോട്ട് വരുമ്പോൾ 17,999. അപ്പോൾ ഗൈസ് നമുക്കിനി മൊത്തത്തിലൊരു കമ്പാരിസൺ നോക്കാം. സോ അത് ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ 3ലും നമുക്ക് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ലഭിക്കുന്നത്. ബട്ട് പ്രോ മാക്സിൽ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് ആയിട്ടാണ് ഈ ഡിസ്പ്ലേ വരുന്നത്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. റിയൽമി 8 പ്രോയിലോട്ട് വരുമ്പോൾ നമുക്ക് നോർമൽ 60 Hz ആണ്. പക്ഷേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി പെർഫോമൻസിലോട്ട് വരുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കില്ല. ബട്ട് ഓൺ പേപ്പർ 732G ആണ് കുറച്ചുകൂടി മികച്ച പ്രോസസ്സർ. അതുപോലെ ഗെയിമിംഗിലും 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള കാരണം തന്നെ ഒരു ചെറിയ എഡ്ജ് നോട്ട് 10 പ്രോ ആൻഡ് പ്രോ മാക്സിലായിരിക്കും. ആൻഡ് ഇനി ക്യാമറ കാര്യങ്ങളോട്ട് വരികയാണെങ്കിൽ നോട്ട് 10 പ്രോ മാക്സിലും റിയൽമി 8 പ്രോയിലും 108 മെഗാ പിക്സലാണ് പ്രൈമറി സെൻസർ. ക്യാമറ കാര്യത്തിൽ വളരെ ക്ലോസ് ആണ്. വലിയ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ബട്ട് മാക്രോ എന്നൊരു ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മികച്ച നിൽക്കുക റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് തന്നെയാണ്. അതൊരു ഫാക്ടർ അല്ലെങ്കിൽ ഐ വിൽ ഗീവ് എ ടൈപ്പ് ഫോർ ബോത്ത് ഓഫ് ദം. ബട്ട് പേഴ്സണലി റെഡ്മി നോട്ട് 10 പ്രോയിലെ 64 മെഗാ പിക്സൽ ഇസ് വെൽ ആൻഡ് ഗുഡ് ഫോർ മോസ്റ്റ് ഓഫ് us. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് ഇനി ബാറ്ററിയുടെ കാര്യങ്ങളോട്ട് വരികയാണെങ്കിൽ പ്രോ മാക്സിൽ 5020 mAh ബാറ്ററിയാണ്. കുറച്ചുകൂടി വലുതാണ്. പക്ഷേ റിയൽമി 8 പ്രോയിൽ 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് പോലെ ഇരിക്കും. പിന്നെ നോട്ട് 10 പ്രോ മാക്സിന്റെ അഡ്വാൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അതായത് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യും ഈ ഫാക്ടർ. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ബിൽഡ് ക്വാളിറ്റിയാണ്. നല്ല വെൽ ബിൽഡ് ഫോണാണ്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ ഗ്ലാസ് ബിൽഡ് ആണ്. IP52 റേറ്റിംഗും ഉണ്ട്. നേരെ തിരിച്ച് 8 പ്രോ വളരെ ഒരു കോമ്പാക്ട് ആയ ഡിവൈസ് ആണ്. അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ലഭിക്കുന്നുണ്ട്. സോ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായിരിക്കുക എന്ന്. ആൻഡ് അത് ഏതാണെന്ന് ഒന്ന് താഴെ കമന്റ്സിൽ രേഖപ്പെടുത്തു. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നിക്കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു സപ്പോർട്ട് വേണം. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. Thank you for watching. Keep supporting, guys.